പേർക്ക് മരിക്കാൻ പേടില്ലാത്തതുണ്ട്. പകുതി കേൾക്കുന്നുള്ളൂ, പേടിപ്പിച്ചാൽ വെരി ഗുഡ്. കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് അച്ഛനകത്ത് മരിക്കാനായിട്ട് പേടില്ല. പ്രിയമുള്ളവരെ, കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിന് വെള്ളിയാഴ്ചയാണ്. ഈ പീഡാനുഭവ വെള്ളി എന്ന് പറയുന്നത് അഭിമാനത്തിന് വെള്ളിയാഴ്ചയാണ്. ക്രിസ്തുവിന്റെ അനുയായികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ കുരിശുമെടുത്ത് നീങ്ങിക്കൊണ്ട് അവൻ മരിച്ച പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ തയ്യാറാണ്, ഐ ആം എ കാത്തലിക് എന്ന് ഉച്ചയിസ്തരെ വിളിച്ച് ഘോഷിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മൾ അതിനൊക്കെ തയ്യാറാണ്. പക്ഷെ മരിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അല്പം ആലോചിക്കാറുണ്ട്. ഈ അച്ഛൻ എന്ത് ഓർമ്മപ്പെട്ടാണാവോ ഈ സായം സന്ധ്യയിൽ പറയുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ടാകാം. അതിലെങ്കിലും പ്രിയമുള്ളവരെ, നമ്മള് ഈ കുരിശിന്റെ വഴിയിൽ കണ്ട ഒരു കഥാപാത്രമാണ് അരിമേത്യക്കാരനായ ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കുരിശിന്റെ വഴിയിൽ സന്ദേശം ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കുരിശിന്റെ വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവന്റെ അത്ഭുതങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടവരും അവന്റെ സൗഖ്യം കണ്ട് ആകർഷിക്കപ്പെട്ടവരും അവന്റെ പുരുഷമരണത്തെ വളരെയധികം സാമൂഹ്യം കണ്ടെത്തിക്കൊണ്ട് ഒരു നീതിമാനായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടെത്താൻ സാധിക്കും നമുക്ക്. ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം, ഞാനും ഈ കുരിശുയാത്രയില് whether I am an admirer or follower of Jesus Christ, ഞാൻ ക്രിസ്തുവിന്റെ കുരിശിനെ കണ്ടുകൊണ്ട് അവന്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് കൊള്ളാം, നീ അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണല്ലോ, നീ 5,000 5,000 പേർക്ക് വർദ്ധിപ്പിക്കുന്നവരാണല്ലോ, കള്ളവാദികൾ സുഖപ്പെടുത്തുന്നവരാണല്ലോ, കൊള്ളാം, നിനക്കും എന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും കണ്ടുകൊണ്ട് അവനെ അഡ്മയർ ചെയ്യുന്ന, അവനെ അഭിനന്ദിക്കുന്ന, അവന്റെ അത്ഭുതങ്ങളിൽ അതിശയപ്പെടുന്ന ഒരു ക്രിസ്ത്യാനിയാണോ ഞാൻ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഈ പീഡാനുഭവത്തില് ഈ നട്ടപ്പുറ വെയിലത്ത് കുരിശ് പിടിച്ചുകൊണ്ട് നമ്മൾ യാത്ര തിരിച്ചപ്പോ നിങ്ങൾക്ക് ആ മോഹം അവിടെ വരെ എത്തിയോ? ക്രിസ്തുവിന് വേണ്ടി മരിക്കാനായിട്ട് ഞാൻ തയ്യാറാച്ച എന്ന് പറയാൻ മാത്രം ഉണ്ടായിരുന്നോ എന്ന് ഞാനൊരു ടെസ്റ്റ് ഡോസ് അടിച്ചതാണ്. അയ്യോ, നടന്നെങ്കിൽ ഞങ്ങൾ മറുപടി പറയാനായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഈ അരിമേത്യക്കാരൻ ജോസഫ് ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിലപാടുകൾ എടുക്കാനായിട്ട് തയ്യാറായ വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിലെ ക്രിസ്ത്യാനിയാണ്. എൻ്റെ ജീവിതത്തിലെ അനുഭവം എന്ന് വെച്ചാല്, ഞാൻ അച്ഛനായിട്ട് 1 വർഷം മാത്രമാണ് നാട്ടിൽ കൊച്ചിനായിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ മദ്രാസ് മിഷനിലേക്ക് പോയി. 2010 ഞാൻ ഓർക്കുകയായിരുന്നു, ഇതുപോലെയുള്ള ഒരു ഈസ്റ്റർ സമയത്ത് അല്ലെങ്കിൽ വലിയ ആഴ്ചയിൽ ഞാൻ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ആക്സിഡന്റിനെ പറ്റി കിടക്കുകയാണ്. അവിടെ മദ്രാസിൽ വെച്ചാണ്. ഒന്നുമില്ല, ഒരു ബസ്സിന്റെ ലോറിന്റെ ഇടയിൽ എൻ്റെ ബൈക്ക് പെട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ആ ബൈക്ക് പെട്ടപ്പോൾ വലിയൊരു സൈലൻസർ ബേൺ, നമുക്കറിയാമല്ലോ, എല്ലാവർക്കറിയാം അതിന്റെ ആഘാതം. സാധാരണ ഒരു മോഡൽ പോലെ എല്ലാ സൈലൻസർ ബേൺ ആഴത്തിലേക്ക് പോകും. അങ്ങനെ അവിടെ നിന്ന് 10 ദിവസം കിടന്ന് പിന്നെ സെന്റ് ജെയിംസ് ആശുപത്രി 3 മാസം കിടന്നപ്പോൾ ഈ വെന്ത മാംസം, പച്ച മാംസം ചുരണ്ടി കളഞ്ഞാൽ മാത്രമാണ് സ്കിൻ ഗ്രാഫ്റ്റിംഗ്, തുടയിൽ നിന്നും തൊലി എടുത്ത് വെച്ചാൽ ഓപ്പറേഷൻ സക്സസ് ആവുള്ളൂ. അങ്ങനെ ഓരോ ദിവസം വരുമ്പോൾ പ്രാണൻ പോകുന്ന വേദനയാണ്. ആ സമയത്ത് എൻ്റെ ശബ്ദമൊക്കെ ഇപ്പൊ തന്നെ ശബ്ദമുണ്ട്. ആ ശബ്ദം ആ വാർഡ് മുഴുവനും കേൾക്കുമായിരുന്നു. ഇപ്പൊ പലരും ചോദിക്കുന്നത് എവിടെ നിന്നാവും ഈ ശബ്ദം? അപ്പൊ ആരും പറഞ്ഞു ഒരു അച്ഛന്റെ ശബ്ദമാണ്. അപ്പോ ചിലരെങ്കിലും പറഞ്ഞു, ഓ, അച്ഛന്മാർക്കൊന്നും ഇത് പറയാനും പറ്റൂലല്ലേ, സഹിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഇതൊന്നും ഞാൻ കേൾക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഇന്ന് അച്ഛൻ്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ അത് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സർജറിക്ക് ഒരുക്കമായി ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു സാധു കന്യാസ്ത്രീയുടെ അടുത്ത് പറഞ്ഞു, വെച്ചാ അച്ഛന്റെ സഹനങ്ങൾ എന്തായാലും ആർക്കും പങ്കുവെച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സഹനങ്ങൾ അച്ഛൻ തന്നെ സഹിച്ചേ തീരൂ. പക്ഷേ ഈ അച്ഛന്റെ സഹനങ്ങളെ അച്ഛന്റെ ഇടവചനത്തിന് വേണ്ടിയിട്ട്, അച്ഛന്റെ ഇടവകയിലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ മാനസാന്തരത്തിനും അവരുടെ അഭ്യുതിക്ക് വേണ്ടിയിട്ട്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ കാഴ്ചവെച്ചു കൂടെ എന്ന് ചോദിച്ചു. ഈ സിസ്റ്റർ അച്ഛനായിട്ട് ഒരു കൊച്ചച്ഛനായിട്ട് എൻ്റെ അടുത്ത് ആ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി അത് സത്യമുണ്ട്.
അന്ന് മുതൽ എനിക്ക് വേദനകൾക്കൊന്നും കുറവുണ്ടായിട്ടില്ല. സിസ്റ്റർ വന്ന് ഈ പച്ചമാംസവും വെന്തമാംസം പച്ചമാംസം ചുരണ്ടെടുക്കുമ്പോൾ വേദന ഒന്നും കുറവില്ല. പക്ഷേ ആ വേദനകളെ സഹിക്കാനായിട്ട് ഒരു പുതിയ മാനം എനിക്ക് കിട്ടിയുള്ളതാണ്. എന്റെ ശബ്ദം ഉയർന്നില്ല, കാരണം ഞാൻ അത് അടക്കി പിടിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ഫോളോവർ ആകാനായിട്ടോ ക്രിസ്തുവിന്റെ ആത്മീയനാകാനായിട്ടാണോ എന്റെ വിളി എന്നുള്ളതാണ്. അവന്റെ പിന്നാലെ ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ പിൻഗാമിയാകാനായിട്ട് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് നമ്മെ ആകർഷിക്കുന്ന ഒരു വെള്ളിയാഴ്ചയാണ് ഈ പീഡാനുഭവ വെള്ളി. ആ കർത്താവിന്റെ ചോദ്യത്തിന് എന്തുത്തരം ഞാൻ കൊടുക്കുമെന്ന് ആത്മശോധന ചെയ്യേണ്ട വെള്ളിയാഴ്ചയാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഈ പീഡാനുഭവ വെള്ളി. കർത്താവിന്റെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് 40 ദിവസം 50 ദിവസം നോമ്പെടുക്കാനും അലകയറാനും അതുപോലെ ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എന്റെ ജീവൻ കൊടുക്കാൻ മാത്രം ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. Whether I am an admirer of Christ or follower of Christ. രണ്ടാമതായിട്ട് ഈ എൽമീറ്റുകാരൻ ജോസഫ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ whether I am confronted cross in my life. ഈ കുരിശിനെ എന്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? കുരിശിനെ എപ്രകാരമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഡാനിയൽ പൂണത്തിലച്ഛൻ അച്ഛന്റെ ധ്യാന പ്രസംഗത്തില് ഒരു അനുഭവം ഇങ്ങനെ കോട്ട് ചെയ്യുകയാണ്. അച്ഛനും അതോടൊപ്പം തന്നെ അച്ഛന്റെ സുഹൃത്തുക്കളായ 2 വൈദികരൊപ്പം ബോസ്നിയയിൽ അവർ യാത്ര ചെയ്തപ്പോൾ അവിടെ അവർ താമസിച്ചിരുന്ന ആ ദേവാലയത്തിന്റെ അടുത്ത് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെ ഒരു ആശ്രമം ഉണ്ടെന്ന് മനസ്സിലായി. ആ ആശ്രമത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 10-100 വർഷം മുമ്പ് അവിടെ 36 വൈദികരെ ഒരുമിച്ച് തീയിലിട്ട് കത്തിച്ച് ചാരമാക്കിയ ഒരു ആശ്രമമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ അച്ഛൻ അവിടെ ചെല്ലുന്നു. അച്ഛൻ്റെ അടുത്ത് ആശ്രമത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു സാധു സ്ത്രീ അവിടുത്തെ കഥ, ഈ അച്ഛന്മാർക്കുണ്ടായ ദുരനുഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അവര് ഏതാനും വർഷങ്ങൾക്ക് ഫ്രാൻസിസ്കൻ വൈദികരാണ് അവിടെ വന്നത്. അവരുടെ വന്ന സമയത്ത് അവിടെ വെറും മരങ്ങളും കാട് വൃക്ഷങ്ങളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു വൃക്ഷച്ചുവട്ടിലാണ് അവർ ചാക്ക് വിരിച്ച് അവിടെയാണ് ആശ്രമത്തിന്റെ ആദ്യ നാളുകൾ കഴിഞ്ഞുകൂടിയിരുന്നത്. പിന്നീട് അവരുടെ ആശ്രമം പണിയുകയും അവിടെ നിന്നും ഒരുപാട് കുട്ടികളെ വേദപാഠം പഠിപ്പിച്ചും അറിവ് കൊടുത്തും ആരോഗ്യം കൊടുത്തും ഭക്ഷണം കൊടുത്തും ഒക്കെ ആശ്രമം ഇങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് യൂറോപ്പില് വലിയ യുദ്ധത്തിന്റെ കാഹളം ഉണ്ടാകുന്നത്. ഈ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ ജീവന ഭീഷണിയായപ്പോൾ നല്ല കുറെ ക്രിസ്ത്യാനികളുടെ വീട്ടില് ഒരുപാട് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അവരെ താമസിപ്പിച്ച് പഠിപ്പിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. അങ്ങനെ പട്ടാളക്കാര് ഇവരുടെ ആശ്രമത്തിന് മുൻപിൽ വന്നിട്ട് ആ വൈദികരെ, ചെറുപ്പക്കാരായിട്ടുള്ള മുതിർന്നവരായിട്ട് എല്ലാ വൈദികരെയും പുറത്തേക്ക് വിളിച്ച് ആക്രോശിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ പോയാല് നിങ്ങൾ ഈ നാടിന് ഭീഷണിയായിരിക്കും. അതിന്റെ പേരിൽ നിങ്ങളുടെ ജീവൻ വേണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഒന്നാമതായിട്ട് നിങ്ങളുടെ വസ്ത്രം, ഈ തിരുവസ്ത്രം നിങ്ങളത് ഊരിക്കളയണം. രണ്ടാമതായിട്ട് ഇവിടെ കിടക്കുന്ന ഒരു കുരിശ്, ആ കുരിശ് രൂപം അവിടെ മുമ്പിലിട്ടിട്ട് ഈ കുരിശിൽ നിങ്ങൾ ചവിട്ടി നടന്നു പോകണം എന്ന്. അവരതിനെ സമ്മതിച്ചില്ല. നമുക്കറിയാം, ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവര് മർദ്ദനമുറകൾ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഓരോരോ വൈദികരെ കാലിൽ കയറ് കെട്ടി ആ മുറ്റത്തുകൂടെ വലിച്ച് ആ പറമ്പിന്റെ മുൻവശത്തുണ്ടായിരുന്ന ഒരു കുഴി പോലുള്ള സ്ഥലത്ത് ഓരോരുത്തരെയായും കൊണ്ടുവിടുകയാണ്. അങ്ങനെ പകുതിയായപ്പോ ഒരു വയസ്സായ അച്ഛനെ കിട്ടി, ഒരു 10-52 വയസ്സായ അച്ഛനെ കിട്ടി. ആ അച്ഛനെയും ഇവർ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അതേ കൂട്ടത്തിൽ പ്രായമുള്ള ആളല്ലേ, പക്വതയുള്ള ആളല്ലേ, ഒരു കാര്യം ചെയ്യും, ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യും. ഈ ഒന്നുകിൽ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ ഊരിക്കളയുക, രണ്ടാമതായിട്ട് ഈ കുരിശിനെ ചവിട്ടി നടക്കുക. ഈ 82 വയസ്സായ അച്ഛനത് ചെയ്തു പറയോ? അച്ഛനത് കേട്ടു. അത് കേട്ടിട്ട് ഇങ്ങനെ തപ്പി കാല് പതുക്കെ വന്ന് നടന്ന് ഇങ്ങനെ വിറയുന്ന കൈകളോടുകൂടെ ആ കുരിശെടുത്ത്
തുരുതുരാനെ ചുപ്പിച്ചിട്ട് പറഞ്ഞു, എന്റെ അനുജന്മാരെ, ഇതാണ് കുരിശ്. ഈ കുരിശാണ് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ കുരിശ് കൊണ്ട് നമുക്കൊരു ജീവിതം വേണ്ട മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുരിശിനെ തെരുതുരാൻ ചുപ്പിക്കുകയാണ്. ഈ കുരിശിനെ വിട്ടിട്ട് നമുക്കൊരു ജീവിതം വേണോ മക്കളെ? അവന്റെ പീഡാസനത്തിന്റെ മരണത്തിന്റെ തങ്കസിംഹാസനമാണ് ഈ കുരിശ്. ഈ കുരിശ് വിട്ടിട്ട് നമുക്കൊരു കളി വേണ്ട എന്ന് പറയുന്ന നിമിഷം തന്നെ ഈ പടയാളികൾ, പട്ടാളക്കാരെല്ലാവരും ഒന്നു ചേർന്ന് അവരെ കൂട്ടിയിട്ട് മണ്ണെണ്ണയൊഴിച്ച് തീ കത്തിച്ച് ഒരു കുന്ന് ചാമ്പലാക്കി കൊണ്ടുവന്നു പറയുന്നു. എന്നിട്ട് ആ സ്ത്രീ ഈ അച്ഛന്മാരോട് പറഞ്ഞു, കണ്ണ് കടന്നിട്ടാണ് ചേച്ചി ഇതെല്ലാം പറയുന്നത്. ആ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛന്മാരെ, ഐ ആം താങ്ക്ഫുൾ ഫോർ യു ബിക്കോസ് യു ആർ ടേക്കൻ ദ പ്രീസ്റ്റ്ഹുഡ്. നിങ്ങൾ പൗരോഹിത്യം തെരഞ്ഞെടുത്തതിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. എന്നിട്ട് ആ ചേച്ചിനെ കൂട്ടിച്ചേർത്തു. പിന്നീട് ഉള്ള വർഷങ്ങളില് ഈ പുരോഹിതർക്ക് നേരിട്ടിട്ടുള്ള പീഡാസഹനങ്ങളെ ഓർത്തുകൊണ്ട് ആരും ദൈവം സ്വീകരിക്കാതിരുന്നില്ല. മറിച്ച് ഓരോരോ സെമിനാരികളിൽ ദൈവങ്ങളിൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. 36 പേരെ വധിച്ചെടുത്ത് വർഷം 100 പിന്നിട്ടപ്പോൾ 3600 വൈദികര് ആകാനായിട്ട് ചെറുപ്പക്കാരൻ മുൻപോട്ട് വന്നു. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു, അച്ഛന്മാരില്ലാത്ത, സൂര്യൻ അസ്തമിച്ച ഒരു രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും, പക്ഷേ വൈദികരില്ലാത്ത രാജ്യത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, രക്തസാക്ഷികളുടെ ചുടുനിണം വീണ സഭ ഇന്നൊരിക്കലും തളർന്നിട്ടില്ല. അത് തളർച്ചൊടയുകയാണ് ചെയ്തത്. കർത്താവിന്റെ പീഡാനുഭൂതിയിലെ ഈ കുരിശുകളിൽ വീഴുന്ന രക്തമഴ. ഇന്ന് നമ്മുടെ കരുണയുടെ തിരുനാൾ കൃത്യമായി നൊവേന ആരംഭിക്കുന്ന ദിവസമാണ്. അവന്റെ കരുണ നമുക്ക് ഒഴുക്കപ്പെട്ട ദിവസമാണ് ഈ പീഡാനുഭവത്തിൽ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് അർത്ഥം നൽകുന്ന, കൂദാശ സ്വീകരണങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന, ഒരു അനുഗ്രഹത്തിന്റെ ഭൂമഴ നൽകുന്ന വെള്ളിയാഴ്ചയാണ് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ പീഡാനുഭവത്തിൽ. അരിമീയക്കാരിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ കുരിശിന്റെ വഴി കണ്ട ഒരു വിചിത്രമായ സംഭവം എന്ന് വെച്ചാൽ, ഈ 3 വർഷക്കാലം അവന്റെ ഫോളോവർ എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പലരും അവന്റെ ഫോളോവർ അല്ല എന്ന് തെളിഞ്ഞ ഒരു വെള്ളിയാഴ്ചയാണ് ദുഃഖ വെള്ളിയാഴ്ച. അവന്റെ കൂടെ നടന്ന പത്രോസ് തലേനാൾ ഒരു പീറ പെണ്ണിന്റെ മുൻപില് അവനെ ഞാൻ അറിയില്ലെന്ന് 3 പ്രാവശ്യം തന്നെ പറഞ്ഞവനാണ്. അവന്റെ കൂടെ നടന്ന യൂദാസ് ഒറ്റിക്കൊടുത്തവനാണ്. ഒറ്റിക്കൊടുത്ത രാത്രിയാണ് ആ പെസഹ രാത്രി. പിറ്റേ ദിവസം ഈ കുരിശിന്റെ യാത്രയില് അവൻ വിചാരിച്ചത് അവന്റെ കൂടെ ഉണ്ടാകുന്നവര്, അവൻ ഊറ്റിയവര്, അവൻ വളർത്തിയവരൊക്കെ അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരിക്കൽ പോലും ഈ പരസ്യ ജീവിതകാലത്ത് നമ്മൾ കണ്ടുമുട്ടാത്ത ഒരു വ്യക്തിയാണ് അരിമീയക്കാരൻ ജോസഫ്. അവനെ ആ കുരിശ് യാത്രയില് അനുഗമിക്കുന്നുണ്ടായിരുന്നു. അവന്റെ പരസ്യ ജീവിതകാലത്ത് അവനോട് അഭിമാനമുള്ളവനായിരുന്നു. ആ അഭിമാനം ഒരു നിർണായകമായ നിമിഷത്തില് അവൻ എടുത്തു കാണിക്കുകയാണ്. ഇനി മുതൽ ഞാനൊരു സീക്രട്ട് ഫോളോവർ ആയാൽ പോരാ, ഒരു രഹസ്യ ശിഷ്യനായാൽ പോരാ, ഞാനൊരു പരസ്യ ശിഷ്യനായി തീരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ അരിമീയക്കാരൻ കുരിശിച്ചുകൊണ്ടിലേക്ക് വരികയാണ്. ആ കുരിശിച്ചുകൊണ്ടില് യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങാനായിട്ട് അവൻ തയ്യാറാവുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും രഹസ്യ ശിഷ്യന്മാരായി തീരാൻ ആഗ്രഹിക്കുന്നവരാണ്. പരസ്യമായിട്ട് നിലപാടുകൾ എടുക്കാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് പലർക്കും മടിയാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ, പഠന മേഖലയിലാകട്ടെ, നമ്മുടെ കുടുംബ യൂണിറ്റുകളിലാകട്ടെ, നമ്മുടെ പ്രവർത്തന മേഖലയിലാകട്ടെ, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവനാണ്, അവനാണ് എന്റെ നായകൻ എന്ന് പറഞ്ഞുകൊണ്ട്, അവനാണ് എന്റെ നാഥൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്തുടരാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. എന്തിനാ ഈ വയ്യാവിലേക്ക് പോകുന്നത്? എന്തിനാ ഈ വയ്യാവിലേക്ക് പോകുന്നത്? കുരിശും സുവിശേഷവും ഒക്കെ അത് അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ കുറച്ച് ശ്രേഷ്ഠർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം. പ്രിയമുള്ളവരെ, 2 വഞ്ചിയിലും കാലിട്ടാല് നമ്മുടെ ജീവിതം അപകടത്തിലാകും. 2 വഞ്ചിയിലും കാലിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ദൈവത്തിന്റെ ആ വിളി എന്ന് പറയുന്നത് ഒന്നുകിൽ അത് വളരുന്ന യാഥാർത്ഥ്യമായിരിക്കും, അല്ലെങ്കിൽ അത് തളരുന്ന യാഥാർത്ഥ്യമായിരിക്കും. കുരിശിൽ വളരുന്ന ഒരു യാഥാർത്ഥ്യമാണോ തളരുന്ന യാഥാർത്ഥ്യമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. പ്രിയമുള്ളവരെ, സഹനങ്ങളെ നമ്മൾ ഏറ്റെടുക്കുന്ന രീതികൾ
അത് തെളിയിച്ച് നമുക്ക് തരുന്നതാണ്. പ്രിയമുള്ളവരെ, കുരിശ് നമ്മോട് പറയുന്നത് ക്ഷമിക്കാനാണ്. കുരിശ് നമ്മോട് പറയുന്നത് ക്ഷമിക്കാനാണ്. ഇന്നലെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ റബീബിയ എന്ന് പറയുന്ന ഒരു ജയിലില്, സ്ത്രീകൾക്കുള്ള ജയിലിൽ വെച്ചാണ് തൻ്റെ പെസഹ ശുശ്രൂഷ, കാൽ കഴുകൽ ശുശ്രൂഷ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയത്. ഓരോ ശുശ്രൂഷ നടത്തുമ്പോഴും ആ ശിഷ്യന്മാരുടെ മുഖഭാവങ്ങൾ, അല്ലെങ്കിൽ ആ കാൽകഴുകൽ ശുശ്രൂഷ പങ്കെടുത്ത ആ ജയിലിലെ സ്ത്രീകളുടെ മുഖം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പലരും എഴുതി കരയുകയാണ്, നൊമ്പരപ്പെടുകയാണ്. ഈ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ വന്ന് ഈ ജയിലിൽ കഴിയുന്ന കുറ്റവാളികളായിട്ടുള്ള, പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കാലുകൾ കഴുകുന്ന പരമാധ്യക്ഷൻ. എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞ സന്ദേശം എങ്ങനെയാണ്? പെസഹയുടെ സന്ദേശം, ജീസസ് പെർഡോന സെംപ്രെ. ഈശോ എപ്പോഴും ക്ഷമിക്കുന്നവനാണ്, ഈശോ എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതാണ് ഈ പെസഹയുടെ സന്ദേശം എന്ന് മാർപ്പാപ്പ ഒറ്റ സെന്റൻസിൽ പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ എന്റെ മനസ്സിലേക്ക് വന്നത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം നാം കാണുന്ന ഒരു പാപിനിയായ സ്ത്രീയുണ്ട്. തീർച്ചയായും ആ പാപിനിയായ സ്ത്രീയുടെ 1-ാം ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ആ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാരും മനുഷ്യരെ കൊണ്ടുവന്നിട്ട് ഇവിടെ മോശയുടെ നിയമപ്രകാരം ഇവിടെ കല്ലെടുത്ത് കൊല്ലണമെന്നുള്ളതാണ് നിയമം. സത്യം പറഞ്ഞ അത് നിയമം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ യേശുവിനെ കൊണ്ടുപോയത്? എന്തിനു കൊണ്ടുപോയേ? ഒരു കല്ലിന് 2 പേരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. 2 പേരെ കല്ലെടുത്ത് കൊല്ലാം. ഒന്ന് യേശുവിനെ. യേശു പറയാണ്, അതേ മോശയുടെ നിയമപ്രകാരം ഇവിടെ കല്ലെടുത്തെന്ന് പറയുമ്പോൾ നീ പാപങ്ങൾ ശ്രമിക്കുന്നത് കരുണാമയൊക്കെയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. അതല്ല നമ്മൾ കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവർ പറയാ? നീ മോശയുടെ നിയമത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന യഹൂദനാണ് എന്ന് പറഞ്ഞവർ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ യേശു പറഞ്ഞത് എന്താണ്? നിങ്ങളിൽ പാപമില്ലാത്തൊരു ആദ്യം അവിടെ കല്ലെറിയട്ടെ എന്നുള്ളതാണ്. നമ്മളാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മലയാളികളാണ് എന്ത് ചെയ്യുന്നത്? ബുദ്ധി വരും. എന്റെ പൊന്നച്ച, ഞാനിവിടെ കല്ലെറിയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്റെ പെപ്പറനോത്ത് വീട് കാത്തിരിക്കുന്നുണ്ട്. അവളത് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ കല്ലെറിയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾ പറയുന്നതായിരിക്കും, അപ്പൊ നീയും അവളോടുകൂടെ പാപം ചെയ്തവളാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പെപ്പറനോത്തിലെ വലിയ മർദ്ദനുണ്ടാവും. അതല്ല, ഞാൻ കല്ലെറിയാനായിട്ട് തിരിയുകയാണെങ്കിൽ ഈശോ എന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എല്ലാം കണ്ടുകൊണ്ട് ഈശോ പറയും, വേണ്ട, നീ പാപം ചെയ്യുന്നത് വേറെ ആരും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യനെ പറ്റിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ പേരിൽ മലയാളിയായിട്ട് ഞാൻ ചെയ്തു, ഒരു പൂവ് ഇങ്ങനെ എടുത്തിട്ട് എറിഞ്ഞു. കല്ലെറിയുന്ന കൂട്ടത്തില് ഒരു പൂവ് എടുത്തിങ്ങനെ എറിയുകയാണ്. എന്താണ് എറിഞ്ഞത്? ഭാര്യ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എറിഞ്ഞു. യേശു ചോദിക്കുകയാണെങ്കിലോ ഞാൻ എറിഞ്ഞു, പക്ഷെ കൊണ്ടില്ലല്ലോ, പൂവല്ലേ ഞാൻ എറിഞ്ഞത്. പ്രിയമുള്ളവരെ, ഇന്ന് ക്രൈസ്തവന്റെ നിലപാട് ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. ഒരു നിലപാടെടുക്കുമ്പോൾ, ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, ഒരു ഓപ്ഷൻ എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ എന്റെ സേഫ് സോണിലേക്ക് മാറുന്നൊരു നിലപാടാണ്. ഞാൻ ഇതിന് 2-ാം ഭാഗം ചിന്തിച്ചത് എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഒരു പാപിനിയായ സ്ത്രീ വർഷങ്ങളായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവള് പിറ്റേ ആഴ്ചയും വീണ്ടും പോയി പാപം ചെയ്തിട്ടുണ്ടാവും. കാരണം ചെയ്തതല്ലേ ശീലിക്കൂ. അപ്പൊ അവളിങ്ങനെ വീണ്ടും പോയപ്പോ അവളെ വീണ്ടും കുറെ മനുഷ്യരെ കൊണ്ട് വന്നിട്ടുണ്ടാകും. ഈശോ പറഞ്ഞു കാണും ഇങ്ങനെ, നിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച എത്ര കഷ്ടപ്പെട്ട് രക്ഷിച്ചതെന്ന് അറിയോ? ഈ നിയമത്തിന്റെ മുൻപില്, ഈ കല്ലേറുകളുടെ മുൻപില് നിന്നെ ഞാൻ രക്ഷിക്കാനായിട്ട് ഒരുപാട് നിന്നോട് ഞാൻ പറഞ്ഞത് മേലിൽ പാപം ചെയ്യുന്നതാണ് പറഞ്ഞല്ലേ. എന്നിട്ട് നീ വീണ്ടും പോയി പാപം ചെയ്യോ? നീ എന്നെ കൊണ്ട് പറ്റില്ല. ആരാണ് കല്ലെറിയോ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടാവോ? ഈശോ പറയില്ല. ഈശോ വീണ്ടും അതേ ഡയലോഗ് പറയും, മേലിൽ പാപം ചെയ്യരുത്, നീ പൊയ്ക്കൊടുക, മേലിൽ പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, ഈ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് നമ്മളോട് എന്നും എപ്പോഴും എല്ലായ്പ്പോഴും ഈ പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, ക്ഷമിക്കുവിൻ, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണമെന്ന ക്ഷമയുടെ സുവിശേഷമാണ്. ഈസ്റ്റർ ആഘോഷിക്കാൻ പോവുകയാണ്. നമ്മൾ എത്ര പേര് സഹോദരങ്ങളുമായിട്ട് രമ്യതയിലായിട്ടുണ്ട്.
നിസ്സാര കാര്യങ്ങളുടെ പേര് അസൂയയും വിദ്വേഷവും വെറുപ്പും വെച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ നമ്മൾ വിള്ളലാക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ദുഃഖവേണ്ടി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വലിയൊരു സുവിശേഷം നിനക്ക് ഒരു രഹസ്യ ശിഷ്യനായിരിക്കാൻ പറ്റുകയില്ല. മറിച്ച് ഒരു പരസ്യമായ നിലപാടുകളെടുത്തുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് നീ ക്രിസ്തു ശിഷ്യന്റെ പാതയിലേക്ക് കടന്നുവരണമെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഈ അരിമേത്യക്കാരൻ ജോസഫ് എന്താ ചെയ്തത്? നമ്മുടെ നാട്ടില് കുടുംബ കലറുകൾക്ക് എന്താ കാശ് അല്ലേ? ഇവിടെ ഇല്ല കുടുംബ കലറ, കുടകയില്ല. 1 ലക്ഷം 2 ലക്ഷം എന്നല്ല, 4, 5, 6 ലക്ഷം കൊടുത്താലാണ് കുടുംബ കലർ കിട്ടുള്ളൂ. ഈ അരിമേത്യക്കാരൻ ജോസഫ് ഒരു വിലപേശലുമില്ലാതെ, ഒരു കൗണ്ടിംഗും ഇല്ലാതെ, ഒരു കണക്കുകൂട്ടലില്ലാതെ തന്റെ സ്വന്തം കല്ലറ കർത്താവിന് വേണ്ടി കൊടുക്കുകയാണ്. ഈ കൊടകര ഭവനയിൽപ്പെട്ട യുവതിവാക്കന്മാരെ, മാതാപിതാക്കളെ, നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഈ ഒരു ദേവാലയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കഴിവും യാതൊരു കൗണ്ട് ചെയ്യാതെ, കണക്കുകൂട്ടലില്ലാതെ ഏൽപ്പിക്കാൻ സാധിക്കുന്നു? നീ ക്രിസ്ത്യാനിയാണ്, ഞാൻ കൊടകരക്കാരനാണ്, എന്റെ ഇടവക പള്ളിയാണ് എന്നൊക്കെ അഭിമാനിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാകുമ്പോ ജീവിതത്തിൽ ഒരു നിർണായകമായ നിമിഷം ഈ ഇടവേദിയോട് വരുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു ത്യാഗം ആവശ്യപ്പെടുമ്പോൾ എന്തുമാത്രം ഞാൻ ത്യാഗപൂർവ്വം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആത്മശോധന ചെയ്യാം. ഈ സഹനങ്ങൾ നമുക്ക് ഒരുപക്ഷെ നമുക്ക് തരുന്നത് നമ്മെ ശുദ്ധീകരിക്കാനാണ്. ഈ സഹനങ്ങൾ നമ്മെ ശുദ്ധീകരിക്കാനുള്ളതാണ്. ഈ സഹനങ്ങൾ നമ്മളിൽ നിന്നും ഒരു തീരുമാനം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഈ കുരിശുമൂർത്തി പോകുമ്പോൾ നമുക്ക് ഓർക്കാൻ സാധിക്കണം, എനിക്കും നിനക്കും വേണ്ടി മരിച്ച മനുഷ്യനാണ് ഇവിടെ കിടക്കുന്നത്. അബ്രഹാം ലിങ്കന്റെ ഈ ശവസംസ്കാര ശുശ്രൂഷയില് ഇങ്ങനെ എന്താ പറയാ, ആ നഗരവീതിയിലൂടെ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോ ഒരു കുഞ്ഞ് തന്റെ അമ്മയോട് ചോദിക്കുന്നത് അദ്ദേഹം ആരാണ്? വർഗക്കാരനായിട്ടുള്ള ആ മകൻ അമ്മയോട് ചോദിക്കുമ്പോൾ നമുക്കറിയാം, അബ്രഹാം ലിങ്കൻ കറുത്തവർഗക്കാർക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ്. എന്റെയും നിന്റെയും ജീവിതത്തിന് ആധാരമായിട്ട്, എന്റെയും നിന്റെയും ജീവിതത്തിന് സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശം നൽകിയവനാണ് ഇവിടെ കിടക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ അപ്പനെ മുൻപ് നോക്കിയപ്പോ ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ കൊണ്ടുവന്ന് ഈശോയെ മുദ്ദിക്കുന്ന വളരെ ഒരു രംഗം, കൃത്യമായ രംഗം എനിക്ക് കാണാൻ സാധിച്ചു. ഇതാണ് നമ്മൾ തലമുറകൾ കൊടുക്കേണ്ടത്. മോനെ, ഈ കുരിശിൽ കിടക്കുന്ന ഈശോ ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരു വീടുണ്ടാകുമായിരുന്നില്ല, നമുക്ക് ആരോഗ്യം ഉണ്ടാകുമായിരുന്നില്ല, നമുക്ക് ജോലി ഉണ്ടാകുമായിരുന്നില്ല, എന്റെ പപ്പ ഉണ്ടാകുമായിരുന്നില്ല, മമ്മി ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ പകർച്ച കൊടുക്കുന്ന ഒരു കുരിശാണ്, വെല്ലുവിളിയുടെ കുരിശാണ് ഈ കാൽവരിയിലെ കുരിശ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ പെസഹാവ്യാഴം പീഡാനുഭവങ്ങളിൽ ഈശ്വരൻ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിന്റെ പകർച്ചയാണ് നമ്മൾ നടത്തേണ്ടത്. വിശ്വാസത്തിന്റെ ചോർച്ചയല്ല, വിശ്വാസത്തിന്റെ തകർച്ചയല്ല, മറിച്ച് വിശ്വാസത്തിൽ അനുദിനം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, ആകർഷിക്കുന്ന കുരിശാണ് ഈ കാൽവരിയിലെ കുരിശ്. അവൻ നമ്മെ വിളിക്കുന്നുണ്ട്, അവൻ നമ്മെ ആകർഷിക്കുന്നുണ്ട്. ആ കുരിശിലേക്ക് ആകർഷിക്കുവാൻ, ആ കുരിശിലേക്ക് തിരിയുവാനായിട്ട് നമുക്ക് ഈ പീഡാനുഭവത്തിൽ സാധിക്കട്ടെ. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നല്ല ഒരു സന്ദേശമാണ് നമുക്ക് നൽകിയത്. ഞങ്ങൾ ഈ രൂപതയിൽ 4-5 ജെയ്സൺ എന്ന പേരുള്ള അച്ഛന്മാരാണുള്ളത്. അച്ഛന്മാരുടെ നേതാവാണ് ഈ ജെയ്സൺ അച്ഛൻ. അച്ഛൻ നമ്മൾ പറഞ്ഞ സന്ദേശം വളരെ അർത്ഥവത്തായ, ഈ കാലഘട്ടത്തിൽ യോജിച്ച ഒരു സന്ദേശമാണ്. ഒരു ക്രിസ്ത്യാനി നിലപാടുള്ളവനാവണം എന്നാണ് അച്ഛൻ പറഞ്ഞ ഒരു പോയിന്റ്. നിലപാടുകളില്ലാതെ പേരിന് മാത്രമുള്ള ഒരു ക്രിസ്ത്യാനി, അത് ഇതിൻ്റെ ആവശ്യമല്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ യേശുവിന് സാക്ഷ്യമാകാൻ, പരസ്യമായി തന്നെ സാക്ഷ്യമാകാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ ക്ഷമയുടെ ആൾരൂപമാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈശ്വരയുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ ഈ കാര്യങ്ങൾ കുരിശു തൂക്കി മരിച്ചതൊക്കെ ഇതിനു വേണ്ടി തന്നെയാണ്. മനോഹരമായ സന്ദേശമാണ് അച്ഛൻ ഇന്ന് നമുക്ക് വേണ്ടി നൽകിയത്. ഈ വെള്ളിയാഴ്ചയിലെ ഈ സന്ദേശം നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കാം. ആയിരിക്കുന്നിടങ്ങളിൽ ഈ സന്ദേശം വേറെയും കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു, ഞാൻ 2 പോയിന്റുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ സന്ദേശത്തിൻ്റെ പൊരുൾ നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കാനും, ഈ വെള്ളിയാഴ്ച നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ സന്ദേശത്തിൻ്റെ അന്തസ്സത്തിൽ ജീവിക്കാനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പരിശ്രമിക്കാം. അച്ഛനവിടെ വളരെ ഉത്തരവാദിത്തമുള്ള അച്ഛനാണ്. ഇന്ന് നമുക്ക് വേണ്ടി
സമയം കണ്ടെത്തി അച്ഛനവിടെ സമയത്തിന് മുമ്പേ തന്നെ ഇവിടെ എത്തിച്ചേർന്നു മനോഹരമായ സന്ദേശം നൽകി ദേശീയ വടക്കഞ്ചേരിച്ചിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സമാപന ആശീർവാദം സ്വീകരിക്കാം. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, ജീവിക്കുവാൻ സ്വയം ഒരു വസ്തുവായി തീർന്ന പ്രിയപുത്രനെ എതിർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച ഈ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറക്കുകയും ഞങ്ങളുടെ എതിർപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരനാമത്തായി ചെറിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര വിധിയെയും നിർമ്മിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറക്കപ്പെടുകയും കുറ്റത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ വീടുകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളുടെ രക്ഷയുടെ പുത്രന് ആരാധനയും രക്ഷകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മനസ്താപം പ്രകരണം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മനുഷ്യനെ കണ്ടു അവന്റെ സങ്കടം കേട്ടു. പീഡകളിൽ നോവലിൽ ഒരു നല്ല മനുഷ്യനെ കണ്ടു. അവന്റെ സങ്കടം കേട്ടു. പീഡകളിൽ നോവലിൽ
മുറുകെ പിടിക്കുവാൻ ആ കുരിശു മാത്രം, അരികെ നടക്കുവാൻ നിഴലു മാത്രം, മുറുകെ പിടിക്കുവാൻ ആ കുരിശു മാത്രം, അരികെ നടക്കുവാൻ അവന്റെ സങ്കടം കേട്ടു. ഒരു നല്ല മനുഷ്യനെ കണ്ടു കാൽവരി ക്രൂശിൽ.